ആദറ, സക്കീന, നസീമ, സഫിയ. ഈ ശബ്ദം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ പരിചയമായിരിക്കും. അതെ, നമ്മുടെ നഫീസത്താണ് നമ്മളോടൊപ്പം ഉള്ളത്. നഫീസ, ഈ ഒരു കൂട്ടായ്മയെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിന് എന്താ പറയാ, ഇപ്പൊ ഏറ്റവും പോപ്പുലാരിറ്റി നൽകുന്നത് ഈ കുറച്ചൊരു ഏജ് ആയി വിചാരിച്ച് വീട്ടിലിരിക്കേണ്ട ആളുകളല്ല എന്ന് കാണിക്കുന്ന ഒരു പോസ്റ്റർ വന്നതും ഒരു വീഡിയോ വന്നതും നിങ്ങളിലൂടെയാണ് ഇത്ര പോപ്പുലർ ആയിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കുറച്ച് ഏജിൽ കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പറ്റി എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം? പിന്നെ ഇങ്ങനെയുള്ള ഒരാൾക്കാരോട് കൂടി ഇവിടെ എന്തൊക്കെ പങ്കുവെക്കാൻ സാധിച്ചതിൽ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം. ഇങ്ങനെ കണ്ട ആൾക്കാർ എന്തുണ്ടെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് വിളിച്ചാൽ ഞാൻ എപ്പോൾ ഞാൻ എന്താ ഇവിടെ വരും. കാരണം ഇങ്ങനെ കണ്ട ആൾക്കാരെ നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നമ്മളെന്ത് ചെയ്തു കൊടുക്കണം. അതിനല്ലേ നമ്മള് പ്രായം ഒരു പരിമിതിയല്ല. അതുകൊണ്ട് എന്ത് വെച്ചാൽ എല്ലാവരും മുന്നോട്ട് വരുക. നിങ്ങളെല്ലാവരും ഈ ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിജയമാക്കി കൊടുക്കണം. ഇതാണ് നമ്മുടെ സന്തോഷം. ഓക്കെ, ഇന്ന് നമ്മോടൊപ്പമുള്ള ടീം ലാപ്പെക്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗങ്ങളും അവരുടെ ഒരു പ്രോഗ്രാമുമാണ്. നമുക്ക് ഇവരുടെ പ്രവർത്തനങ്ങളും ഇന്നിവിടെ കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന അവരുടെ പ്രോഗ്രാം എന്താണെന്നും അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഹായ്, നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ടാണ് ഞാൻ നിങ്ങളത് വന്നിട്ടുള്ളത്. എന്താണ് ഇവിടെ ഈ നിങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ചാരിറ്റബിൾ ട്രസ്റ്റ്, നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ലാപ്പെക്സ് ടീം ലാപ്പെക്സ് ആണ്. കച്ചേരിമുക്കാണ്, കൊടുവള്ളി തൊട്ടടുത്ത പ്രദേശമായ കിഴക്കോത്ത് പഞ്ചായത്തിലെ കച്ചേരിമുക്ക് എന്ന പ്രദേശത്തുള്ള പിന്നെ വീടുകളിൽ അത് മാത്രം കഴിയുന്ന കുറേ ആൾക്കാർ, എന്നാൽ പുറത്തുനിന്ന് എഴുതാൻ വളരെ പ്രയാസപ്പെടുന്ന, പിന്നെ വീൽ ചെയറുള്ള ആൾക്കാർ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, പുറത്തു പോകാൻ മറ്റാരുടെയും സഹായമില്ലാത്ത ആൾക്കാർ, ഇതുവരെ കടൽ കാണാത്ത ആൾക്കാർ, ഇതുവരെ പിന്നെ ബീച്ചിൽ വരികയോ ഇങ്ങനൊരു സംഭവം കാണുകയോ ചെയ്യാത്ത ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ അവരൊക്കെ ഒന്ന് കടൽ കാണിക്കണം. നമ്മുടെ പ്രദേശത്ത് ഒരുപാട് ആൾക്കാർ, സംഘടനകളും അതുകൊണ്ട് തന്നെ പാർട്ടിക്കാരും ഒക്കെ ഇങ്ങനത്തെ പരിപാടികൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ പിന്നെ ഒരു കാര്യം ചെയ്യണം എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ കൂട്ടി. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് പിന്നെ വളരെ പ്രായം കൂടിയ ആൾക്കാർ ആരും ഈ കമ്മിറ്റിക്കാരില്ല. വളരെ യുവാക്കളായ ആൾക്കാർ, വളരെ പിന്നെ കല്യാണം കഴിയാത്ത ആൾക്കാർ തന്നെ പറയാം. അത്ര ആൾക്കാർ കൂടിയുള്ള ചെറിയൊരു ക്ലബ്ബാണ്, ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ്. അതായത് അവര് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് അവരിപ്പോ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ നമ്മുടെ പ്രദേശത്ത് വളരെ പ്രയാസപ്പെട്ട ആൾക്കാർക്ക് ഒരാൾക്ക് വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ അവര് നമ്മളോടൊക്കെ ഈ കാര്യം അവതരിപ്പിച്ചോ, നിങ്ങൾ മുന്നിട്ട് ഇറങ്ങിക്കോളൂ, നമുക്കെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അവര് വളരെ ആവേശത്തോട് കൂടി മുന്നിട്ടിറങ്ങി ഒരു വീട് ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പിന്നെ അസുഖമായിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് വീൽ ചെയർ, കട്ടില്, കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ. അതേപോലെ തന്നെ ഭക്ഷണം വേണ്ടിയ ആൾക്കാർക്ക് ഭക്ഷണം, മറ്റുള്ള കല്യാണമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ എന്തെങ്കിലും സഹായം വേണ്ടിയ ആൾക്കാർക്ക് സഹായം കൊടുക്കല്, സമൂഹത്തിന് ആവശ്യമുള്ള പരിപാടികൾ നടത്തുന്ന ഒരു പ്രദേശത്ത് നല്ലൊരു കൂട്ടായ്മയാണ് ടീം ലാപ്പെക്സ്. അവരാണ് ഇപ്പൊ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു 10 വർഷത്തിന് മുകളിലായി ഇവര് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പുറത്തോട്ട് അങ്ങനെ ആൾക്കാരൊന്നും അറിയാതെ വളരെ ലഘുവായ രീതിയിലുള്ള പരിപാടിയും കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അടുത്താണ് ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ആയതും അതേപോലെ തന്നെ മറ്റുള്ള പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇടപെടുകയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിലുള്ള ആ ഒരു പ്രദേശത്തുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ എന്നുള്ളതാണോ? തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശത്തുള്ള 1-2 വാർഡിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാർ മാത്രം കൂട്ടായ്മയാണ്. വളരെ ഒരു സോഷ്യലായി ഒക്കെ ഒരു 10-50 ആൾക്കാർ, അത്രേ ഉള്ളൂ, അതിൽ കൂടുതൽ ആൾക്കാരൊന്നും. അതായത് ഇന്നിപ്പോ കുട്ടികള്, മരുമക്കള് ഒക്കെ മൊബൈലിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങള്, പേരക്കുട്ടികളൊക്കെ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോ ഒരല്പം വയസ്സായിട്ടുള്ള ആളുകൾ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഇതിൽ നിന്നും മാറ്റം വരുത്തി അവരെയും പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ അവർക്ക് ഒരു മാനസിക ഉല്ലാസം നൽകുന്ന പ്രോഗ്രാം ആയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. അതെ, എന്ന് വെച്ചാൽ ഇപ്പോ ഇവരൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ഇവരെ ബാക്കിൽ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരെ പേരക്കുട്ടികളെ ഭാഗത്ത് അന്വേഷിച്ചാൽ വീട്ടിൽ വാഹനങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരോ സൗകര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം, വളരെ കുറഞ്ഞ ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ അവർക്കുള്ള സമയക്കുറവ്. ഇപ്പൊ ഞാനിപ്പോ ഒരു ബിസിനസ്സുകാരനാണ്, ഷമീർ ബിസിനസ്സുകാരനാണ്. എന്റെ വീട്ടിലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോ, നമ്മൾ ബാക്കോട് ചിന്തിക്കാത്തതുകൊണ്ടാണ്. ഏതായാലും ഇങ്ങനത്തെ ആ സൗകര്യങ്ങൾ അവർ കുട്ടികളൊക്കെ അവരുടെ പ്രയാസം അവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒരു ദിവസം നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അവരുടെ സൗകര്യത്തിന് വേണ്ടി നമ്മളൊരു ദിവസം മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇവരെല്ലാം ഇപ്പോൾ അവിടെ എത്തിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വളരെ ഹൈലൈറ്റ് ഉള്ള ഒരു കാര്യം, ഇതുവരെ കടൽ കാണാത്ത കോഴിക്കോട് ജില്ലയിൽ നിന്ന്, കോഴിക്കോട് സിറ്റിയിൽ നിന്ന് 20-25 കിലോമീറ്റർ അപ്പുറമുള്ള കച്ചേരിമുക്കിൽ നിന്ന് ഇവിടെ വരുമ്പോൾ
വളരെ അത്ഭുതം തോന്നി. ബസ്സിൽ വെച്ചവർ പറയാണ്, ഇതുവരെ കണ്ടിട്ടില്ല. വളരെ സന്തോഷമുള്ള കാര്യമാണ്. മധുമതിയാ